പരിചയപ്പെടാൻ പോകുന്ന ആൾക്ക് പറയാനുള്ളത് കേട്ടാൽ നമ്മൾ അധികം പേരും രണ്ട് തീരുമാനങ്ങൾ എടുക്കും. ഒന്ന്, കല്യാണങ്ങൾക്കും ഫംഗ്ഷൻസിനും ഒക്കെ ഇനി നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സേ വാങ്ങൂ എന്നത്. രണ്ടാമത്തേത്, അതവർക്ക് പറയാനുള്ളത് കേട്ടാൽ മനസ്സിലാവും. പാവപ്പെട്ട കുട്ടികളെ കല്യാണത്തിന് സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പം അവർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. അവരുടെ കളർ ചോയ്സൊക്കെ വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ളൊരു സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ കൊറോണ ടൈമിൽ ഒരു കുട്ടിക്ക് അത്യാവശ്യം ഒരു ഡ്രസ്സ് വന്നപ്പം ആരും ഇല്ല, കൊറോണ ആയതുകൊണ്ട് ആരും പോകാനും വരാനും അങ്ങനെ ഒരു ഞാൻ ക്ലിപ്പ് ഇട്ടതാ, എൻ്റെ വോയിസ് ക്ലിപ്പ് ഇട്ടതാന്ന് എൻ്റെ ഇതിലേക്ക്. അപ്പോൾ ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു, ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്. എന്തുകൊണ്ട് ഇവർക്ക് വേണ്ടിക്ക് ഒരു ബൊട്ടിക്ക് ഈ ഒരു ടൈമിലാകുമ്പം വളരെ ഉപകാരമായിരിക്കും ചെയ്തുകൂടാൻ. ഒന്നാമത് എൻ്റെ വീട്ടിലൊരു ബൊട്ടിക്ക് ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വേണ്ടിക്കൊന്ന് ചെയ്തുകൂടാന്നുള്ളത് അങ്ങനെ പെട്ടെന്നൊരു ഐഡിയ വന്നു. ഞാൻ രണ്ടാമതൊരു ഇതിട്ട് ഇപ്പം ഭയങ്കര വൈറലായി, നല്ലോണം സാധനങ്ങൾ എല്ലായിടത്തുനിന്ന് റെസ്പോണ്ട് ചെയ്യാൻ, പല സ്ഥലത്തുനിന്ന് വിളിക്കാൻ തുടങ്ങി. മലബാർ ഏരിയയിൽ കല്യാണം തന്നെ 5 ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട്. ഇപ്പം ഗിഫ്റ്റ് ഫ്രണ്ട്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്, പാരൻസിൻ്റെ വക അതെല്ലാം ഉണ്ടാവും. പക്ഷെ അവരിടുന്നത് ഒന്നായിരിക്കും, ബാക്കിയെല്ലാം അവിടെ കിടക്കുന്നതായിരിക്കും. അതൊരു വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് 5 ഡ്രസ്സ് വെഡിങ്ങിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാത്തത്, ചപ്പല്, ജ്വല്ലറി ഐറ്റംസ് എല്ലാം. അതൊക്കെ ഈ ഇപ്പം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് എന്ന് വെച്ചാൽ എനിക്ക് സത്യം അവരിവിടെ വന്നിട്ട് ഒന്ന് കുറച്ച് സമയം സ്റ്റക്കായി നിൽക്കുന്നു. എനിക്കിത് എടുക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചാൽ, ഇതിന് ചില ആൾക്കാർ ചോദിക്കുക ഇതിന് ക്യാഷ് തരണോ, തിരിച്ചു കൊടുത്തോ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നിങ്ങളിത് കംപ്ലീറ്റ് ഫ്രീ ആണ്. പിന്നെ മിനിഞ്ഞാന്ന് എന്നോടൊരു ആൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളുടെ ഡ്രസ്സ് എടുക്കും. ഞാൻ ഇത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഹിന്ദുക്കളിൽ നിന്നൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ 3-4 പട്ടുസാരിയൊക്കെ എടുത്ത് എനിക്ക് കൊണ്ടു തന്നു ഇവിടെ. അതുപോലെ ഇത് ഞാൻ എൻ്റെ പ്രത്യേകം എല്ലാവരും പറഞ്ഞിട്ടുണ്ടത്, ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടോ ജാതിപരമായിട്ടോ ഉള്ളല്ലോ, വെറും മനുഷ്യത്വം. ഏത് ജാതിയിൽപ്പെട്ടവർക്ക് ഏത് മതം ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യൻസ് കൂടുതൽ ഒരുപാട് വന്നു ഇവിടെ. രാജസ്ഥാൻ പത്രികയിൽ എൻ്റെ ന്യൂസ് വന്നു, ഞാൻ അറിയില്ല എതിൽ നിന്ന് പോയതാണ്. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് വായിച്ചിട്ട് ഒരു കുട്ടി ജാർഖണ്ഡിൽ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം വീഡിയോ കോൾ ചെയ്യും. അങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ അവസ്ഥ വീടും എല്ലാം ഞാൻ മനസ്സിലാക്കി. അവർക്ക് റാണി പിങ്കിലുള്ള ഒരു സബ്യാസാച്ചി ഡിസൈനർ പീസ് പണ്ടേ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിടെ കുറേ സബ്യാസാച്ചിൻ്റെയൊക്കെ എടുത്തവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരയച്ചാന്ന് സെയിം ഫോട്ടോയിൽ സാധനം എൻ്റെ കയ്യിലിവിടെ കിടക്കുന്നുണ്ട്. ഞാനത് എടുത്ത് കാണിച്ചു, ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് അവിടത്തേക്ക് അയച്ചു കൊടുക്കാൻ എത്രത്തോളം ജെന്യാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു, നല്ലൊരു എമൗണ്ട് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അയച്ചു കൊടുത്തു, അവിടെ കിട്ടി സാധനം. ബീഹാറിലൊരു ശ്വേത എന്ന് പറഞ്ഞിട്ട് അവരവിടുത്തെ ആൾക്കാരെ നോക്കുന്നതാണ്, അവിടെയുള്ള പാവപ്പെട്ടവർ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ഒരു സാധാരണ ഡ്രസ്സ് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ശ്വേത വഴിയാണ് അങ്ങോട്ടേക്ക് ബീഹാറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ട് അവർ ചോദിക്കും നിങ്ങൾ വന്ന് കളയാം. നമ്മൾ ബുദ്ധിമുട്ടില്ലാത്തൊരു ഇവിടെ എത്തിച്ചോ, അല്ലെങ്കിൽ ഞാൻ വന്ന് കളക്ട് ചെയ്യും. ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഇവിടെ നിങ്ങളെ തന്നെ എത്തിക്കണോ. രാവിലെ നോക്കിയപ്പോൾ ഒരു വണ്ടി നിറച്ചു സാധനങ്ങളുമായിട്ട് അവരുടെ ഭാഗത്തുള്ള കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നു. അതൊന്നും അവരെന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടു തന്നു. ഞാൻ 3 മണിക്ക് ശേഷം കളക്ഷൻ ഇറങ്ങിയാൽ 10 മണി വരെ എൻ്റെ പരിപാടി ഇതാണ്. ഓരോ വീട്ടിൽ പോയിട്ട് ഇതിങ്ങനെ കളക്ട് ചെയ്യും. മാംഗ്ലൂർ തൊട്ട് ട്രിവാൻഡ്രം വരെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. 10 ഔട്ട്ലെറ്റുള്ള ആദ്യത്തെ ഫ്രീ മുതലാളി ഞാനായിരിക്കും. സത്യം, ഇത്രയും ഔട്ട്ലെറ്റുള്ള ഒരു ഫ്രീ മുതലാളി ഞാനായിരിക്കും. അല്ല, അതും 3 മാസം കൊണ്ട് ഇത്രയും 10 ഔട്ട്ലെറ്റ്. ഒരു OLX വിൽക്കാൻ ചില ആൾക്കാർ കൊണ്ടുപോകുന്നു, ചില ആൾക്കാർ ഇത് കയറ്റി അയക്കാം ആ രീതിയിൽ. അതുകൊണ്ട് നിർബന്ധമാക്കി വെച്ച് കമ്മിറ്റി ലെറ്റർ, അത് അമ്പല കമ്മിറ്റി ആയാലും ചർച്ച ആയാലും അവരെ വിളിച്ച് ജനുവിൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പം കൊടുക്കുന്നുള്ളൂ. ചില ആൾ വേസ്റ്റ് വരെ തരുന്നുണ്ട് വീട്ടിൽ. അത് നോക്കി സോർട്ട് ചെയ്ത് നല്ല വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീനിലെടുത്ത് ഇത് ചെയ്ത്, ചിലത് ഞാൻ ഡിസൈൻ മാറ്റി ചെയ്ത്, ചെറിയ എന്തെങ്കിലും വരുന്നതിനൊക്കെ ഡിസൈൻ മാറ്റി ചെയ്തിട്ടൊക്കെ ഇതെടുത്ത് വെക്കും. പിന്നെ ഓരോ ആൾക്കാർ വന്ന് ഇവർ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, കംപ്ലീറ്റ് വലിച്ചിടും. പിന്നെ വലിയ വലിയ ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കും ഞങ്ങൾക്ക് ഒരു ദിവസം ഇടാൻ തരുമോ, തിരിച്ച് നമ്മൾ അതില്ല.
ഇത് ഞാൻ അവകാശപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് കളക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കത് ആവശ്യമുണ്ടോ, നിങ്ങൾ അവർക്ക് വേണ്ടി, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു 25,000 ഡ്രസ്സിന് കണ്ടിട്ടുണ്ടാവുമല്ലോ, വലിയ അത് നിങ്ങൾ ഈ ചാരിറ്റി ബോക്സിലേക്ക് ഇടുക. ഞാനതിനെന്തെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് എന്നിട്ട് നിങ്ങൾ ഈ ഡ്രസ്സ് എടുത്തിട്ട് കൊണ്ടു. അങ്ങനെ ഒരു ഡോക്ടർ വന്നു, അവരുടെ മകളും ഡോക്ടറാണ്. അയാൾ ചാരിറ്റി ബോക്സിലേക്ക് ഒരു 15,000 എമൗണ്ട് വിട്ട് ഒരു ഡ്രസ്സ്, പഴയ സെക്കൻഡ് ഹാൻഡ് ഒരു ഡ്രസ്സും എടുത്തിട്ട് പോയി. ഒരു ദിവസത്തേക്കല്ലേ, ഞാൻ കഴിഞ്ഞ ഇവിടെ തന്നെ കൊണ്ടിടുമെന്നും പറഞ്ഞു. ആ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് ഒരു മറ്റ് പാവപ്പെട്ട ഒരു ബുദ്ധിമുട്ട് പറഞ്ഞവരൊക്കെ ഒരു ഇത് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തു. ഞാൻ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ചെയ്തപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർക്ക് അതൊരു എതിർപ്പായിരുന്നു. ഇങ്ങനെ കുടുംബത്തിൽ പറഞ്ഞപ്പം പിള്ളേർ ഇങ്ങനെ ചെയ്യുന്ന വള്ളാന്നില്ല ഇതല്ല. ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളൊരു 22 ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, എക്സിബിഷൻ ഗ്രൂപ്പ്. ഞങ്ങൾക്ക് എക്സിബിഷൻ ചെയ്ത് ഞങ്ങൾ ചാരിറ്റി ചെയ്യുമായിരുന്നു. അതിൽ കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് അതിൽ ഭിന്നശേഷിയില്ല എല്ലാവരും ഉണ്ട്. എക്സിബിഷൻ നിന്ന് പോയില്ലേ, ഞങ്ങൾ എല്ലാ വീക്കും കൂടിയിട്ട് എന്തെങ്കിലുമായിട്ട് ഒരു ആൾക്കാർക്ക് ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ ചെയ്യുന്നൊരു ഗ്രൂപ്പായിരുന്നു. അതിപ്പോൾ ഈ കൊറോണ വന്നേരം അത് നിന്നുപോയി. അതിൽ നിന്നൊന്നും നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് പിന്നെ ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യും.